നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് മയൂരി ഒരു കാര്യം തീരുമാനിച്ചു. അമ്മയെ കാണണം, അമ്മയോട് സംസാരിക്കണം. അമ്മ ഇതെന്ത് തീരുമാനിച്ച എന്നറിയില്ല. അങ്ങനെ മയൂരി രണ്ടും കൽപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയത്ത് പല്ലവി നല്ല ടെൻഷനിലായിരുന്നു. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ലക്ഷ്മി അമ്മയ്ക്കിട്ട് ഒരു തിരിച്ചടി തന്നെ കൊടുക്കണം. ഇത്രയും കാലം നോക്കിയാനുള്ള കൂലിയ ഇപ്പൊ സേതുവേണ്ണന് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ആ സമയം മയൂരി ലക്ഷ്മി അമ്മയെ കാണാനായിട്ട് പൊന്നുമടത്തിലേക്ക് വന്നു. മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേങ്കില് മയൂരിയുടെ മൊത്തം സന്തോഷ ഭാവമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് മയൂരി ലക്ഷ്മി അമ്മയെ ചോദ്യം ചെയ്യുവാണ്. അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ? ആ പാമ്പിടിച്ച് പൂർണ്ണാമ്മേനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മ എന്തിനു വേണ്ടി അതൊക്കെ ചെയ്തത്? അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യം എന്താ? അമ്മ എന്തിനാ ഇതൊക്കെ പിടിച്ച് എടുത്തേ? അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, ഇതെന്റെ കാര്യമാണ്, നീ ഇതിനകത്ത് തലയുണ്ട മയൂരി. അതെ അമ്മേ, അമ്മയ്ക്ക് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നെങ്കിൽ അമ്മ മേലെടുത്ത വീട്ടിൽ ഇത്രയും കാലം കഴിഞ്ഞല്ലേ? എന്നിട്ടാ അമ്മ അന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലോ. പിന്നെ ഇപ്പൊ പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? എന്നെ തോൽപ്പിച്ചവരെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല മയൂരി. അവന് സേതു ഉണ്ടല്ലോ, അവൻ കാരണമാണ് ഞാൻ ഇത്ര തകർന്നു പോയത്. അവൻ എന്നെ ചതിച്ചു. ചതിക്ക് പാരം അവനോട് ഞാൻ പ്രതികാരം ചെയ്യും. അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുലമ്പുവാണ്. അമ്മേ, അമ്മ വെറുതെ ഇങ്ങനെ പറയരുത്. അതിന് സേതുവേണ്ണൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സേതുവേണ്ണൻ ചെയ്ത തെറ്റാന്തെന്ന് പറ. സേതുവേണ്ണൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളല്ല. അമ്മ വെറുതെ ഓരോന്ന് ഊഹിച്ചെടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണെങ്കിലും ഈ ചെയ്ത മോശമായി പോയിട്ടോ. ഇത്രയും കാലം ഇവിടെ താമസിച്ച് അവരെ ഇവിടുന്ന് പിടിച്ചിറക്കി വിട്ടിട്ട് അമ്മ ഇവിടെ പിടിച്ചടക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് നേടാനായിട്ടോ? ഓ, ഇനിയിപ്പം എല്ലാരെയും ഇറക്കി വിട്ടിട്ട് സേതുവേണ്ണനെ ഇവിടെ പിടിച്ച് താമസിപ്പിക്കാനായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അവനെ ഇവിടെ പിടിച്ച് താമസിപ്പിക്കാനായിരുന്നെങ്കിൽ എനിക്കത് എന്നേ ആവായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അവന്റെ തകർച്ചയാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞു. എന്റെ ജീവിതം തകർത്ത അവനാ. അതെങ്ങനെ ശരിയാവുമേ? സേതുവേണ്ണൻ എങ്ങനെ അമ്മയുടെ ജീവിതം തകർക്കും? ഒരിക്കലും സേതുവേണ്ണൻ അത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട മയൂരി. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ചീത്തയൊക്കെ പറഞ്ഞിട്ട് മയൂരിയോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നീ ഇനി ഇങ്ങോട്ടേക്ക് പറഞ്ഞില്ല. അമ്മേ, ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പം എന്റെ തന്നെ സമനില തെറ്റി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് ഓർത്തിട്ട്. അവരുടെ ശാപം ഉണ്ടല്ലോ, ഒരിക്കലും ആയില്ല എന്ന് പറയണം. ശാപം ഞാൻ അനുഭവിച്ചത്രോളം വരത്തില്ലല്ലോ. അപ്പൊ ലക്ഷ്മി അമ്മ എപ്പോഴും ലക്ഷ്മി അമ്മയുടെ ന്യായം തന്നെയാ പറയണത്. എന്റെ ജീവിതം ആദ്യം പൂർണിമ തല്ലിക്കെടുത്തി, അതിനുശേഷം ഇപ്പൊ സേതുവും തല്ലിക്കെടുത്തി. പക്ഷെ ഇനി ഞാനങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് മൂർത്തിനെ കണ്ടിട്ട് മൂർത്തിയോടും കൂടി സംസാരിക്കുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറയാം, എങ്ങനെയെങ്കിലും അമ്മയോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. വെറുതെ ഇവിടെ ഇത് പിടിച്ചടക്കൊണ്ടിരിക്കണ്ട. അവർക്കിത് വിട്ടുകൊടുക്ക്. അവർക്കത് വിട്ടുകൊടുത്തിട്ട് ഇറങ്ങാൻ പറ മൂർത്തിയങ്ങളെ. ഞാൻ പറഞ്ഞിട്ടൊന്നും അമ്മ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, മോൾക്കറിയാലോ അമ്മയുടെ സ്വഭാവം. ഇനിയിപ്പൊ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറയണം. അങ്ങനെ മയൂരി അവിടെ നിന്ന് ഇറങ്ങി. മയൂരിക്ക് തോന്നി സേതുവിനെ ഒന്ന് കാണണമെന്ന്. അപ്പൊ സേതു താമസിക്കുന്ന എവിടെയാന്ന് കണ്ടെത്തി നേരെ മയൂരി അങ്ങോട്ടേക്ക് ചെല്ലുക. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഋതു അച്ചുവും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് ആദ്യം മനസ്സിലായില്ല. ആരാ എന്താ ഏതാന്നും മനസ്സിലായില്ല. അങ്ങനെ മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ ഋതു ചോദിച്ചു, ആരാ എന്നൊക്കെ ചോദിച്ചു. അതെ, എന്റെ പേര് മയൂരി. ഞാന് മേലെടുത്ത് മഹാലക്ഷ്മിയുടെ മോളാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി. ഋതുവിന് കട്ട കലിപ്പായിരുന്നു. ഋതു പറഞ്ഞു, ഓഹോ, നിന്റെ തള്ള ചെയ്ത ദ്രോഹം പോരാഞ്ഞിട്ട് ഇനിയിപ്പം മറ്റെന്തെങ്കിലും പൊതിഞ്ഞോണ്ട് വന്നിരിക്കുവാണ് നീ ഇങ്ങോട്ടേക്ക്. സത്യം പറയണെന്നൊക്കെ പറഞ്ഞു. ദേ, അനാവശ്യമായിട്ട് ഇങ്ങനൊന്നും പറയരുത്, മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. മാന്യത? നിന്നോടൊക്കെ എന്തിനാടി മാന്യത കാണിക്കുന്നേ? നീ ആ തള്ളയുടെ മോള് തന്നെയല്ലേ? അപ്പൊ പിന്നെ ഇനിയിപ്പൊ അടുത്ത എന്തേലും തന്ത്രമായിട്ട് വന്നിരിക്കുമായിരിക്കും. ഇവിടുന്ന് ഞങ്ങളെ അടിച്ചിറക്കി വിടാനായിരിക്കുമല്ലേ? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, ദേ, വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കത്തേന്ന് പറഞ്ഞു. അതും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഒടുവിൽ ഋതുവിന് സഹിച്ചില്ല. ഋതു മയൂരിയുടെ കാരണം തീർത്ത് ഒറ്റ അടി അടിക്കുകയാണ്. അച്ചു പോലും ഞെട്ടിപ്പോയി. അച്ചു ഇത് പ്രതീക്ഷ കാര്യമല്ല. അപ്പോഴേക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് സേതു ഓടി വന്നു. സേതു ഓടി വന്ന് ഋതുവിനെ പിടിച്ചു മാറ്റിട്ട് ചോദിച്ചു, എന്ത് പരിപാടി ഋതു നീ കാണിച്ചേന്ന് ചോദിച്ചു. മയൂരി പക്ഷെ ഒന്നും ചെയ്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഋതു ഗർഭിണി. പിന്നെ അവരവരുടെ ആ ഒരു ദേഷ്യം കാണിച്ചതെന്ന് മനസ്സിലായി. ഈ സമയത്ത് ഋതു പറഞ്ഞു, ഇവരുടെ തള്ള കാരണോ ദേ ഇപ്പൊ നമ്മളിങ്ങനെ കിടക്കേണ്ട വന്നേ, പൊന്നുമടത്തിലേക്ക് ഇന്ന് ഇറങ്ങേണ്ട വന്നേ. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതിന് മയൂരിയെ തല്ലേണ്ട കാര്യം എന്താ? മയൂരി എന്ത് തെറ്റാ ചെയ്തേ? ആ അമ്മയുടെ മോളായിട്ട് ജനിച്ചാണ് മയൂരി ചെയ്ത് തെറ്റ്.
അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തു. നീ ഇവൾക്ക് മാത്രം ശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല, നീ എന്നെയും കൂടെ ശിക്ഷിക്ക. ഞാനും അമ്മയുടെ മോനല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഋതു ഒന്നും മിണ്ടിയില്ല. പിന്നീട് സേതു ചോദിച്ചു, എന്ത് പരിപാടിയാ ഋതു കാണിച്ചേ? അതിന് മാത്രം തെറ്റ് നിന്നോട് മയൂരി എന്താ ചെയ്തേ? ആ സമയം മയൂരിയുടെ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സേതു പറഞ്ഞു, ഇതേ നിന്നെ പോലെയൊക്കെ തന്നെ ഇവളും എന്റെ പെങ്ങളാണ്. അപ്പൊ പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്ന ഇവളെ നീ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഋതു പറഞ്ഞു, സോറി സേതു ഏട്ടാ, ദേഷ്യം വന്നിട്ട് ചെയ്താ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, എന്താ ഋതു നീ ഇങ്ങനെ? കാരണം ഈ പറയുന്ന ലക്ഷ്മി അമ്മ ചെയ്ത തെറ്റിന് ഇവരെ ദ്രോഹിക്കേണ്ട കാര്യം എന്താ? പിന്നീട് സേതു പറഞ്ഞു, പോട്ടെ മോളെ, അറിയാലോ ഇവരുടെ ദേഷ്യം കാണും ചെയ്താ. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, സാരമില്ല സേതു ഏട്ടാ, എനിക്ക് സേതുവേട്ടനോടൊന്ന് സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ സേതുവിനോട് മയൂരി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താ സേതുവേട്ടാ, അമ്മയ്ക്ക് ദേഷ്യമാ, അതിന് കാരണം എന്താ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. സേതുവിന് സത്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. സേതു എന്ത് ചെയ്യാനായിട്ടാ? സേതു പറഞ്ഞു, എനിക്കറിയില്ല നമ്മളെ അമ്മ എന്താ ഇങ്ങനെയെന്ന്. അമ്മയ്ക്ക് എന്തോ വാശിയും വൈരാഗ്യമാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയും കാലം അവിടെ താമസിച്ച പൂർണിമയിലേക്ക് അവിടെ നിന്ന് ഇറക്കി വിട്ടേക്കുന്നു. ഗർഭിണിയായ ഋതുവാ. അത് മാത്രമല്ല പൂർണിമ ടെക്സ്റ്റൈൽസും കൈയടക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ള അമ്മയോട് ഇനി എന്ത് സംസാരിക്കാനാ? സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മയൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. സേതുവിനൊന്നും സംസാരിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ അമ്മയോട് എത്ര വട്ടം സംസാരിച്ചു, അമ്മ ഒരു തവണ പോലും അമ്മ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കുമാണ് പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പൂർണിമ വന്നിട്ട് ഋതുവിനെയൊക്കെ ചീത്ത പറയുന്നുണ്ട്. കാരണം അച്ചു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മയൂരി വന്നെന്നുള്ള കാര്യം. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാ കാണിച്ചതേ? നീ എന്തിനാ ആ പാവം പിടിച്ച കൊച്ചിനെ തല്ലേന്നൊക്കെ ചോദിച്ചു. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയാണ്. പിന്നീട് പൂർണ്ണിമ വന്നിട്ട് മയൂരിയോട് സോറി പറയണ. സോറി കേട്ടോ, എന്റെ മോള് അറിവില്ലാതെ അങ്ങനെ ചെയ്തു പോയതാ. അത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു, അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഋതു അച്ചു ഇങ്ങനെയൊക്കെ ചെയ്തതില്. കാരണം സേതുവിനെ കാണാൻ വേണ്ടി വന്നതല്ലേ, അതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന മയൂരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് മയൂരി തല്ലു വാങ്ങിയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ ഋതുവിനോടും അച്ഛനോടും പറഞ്ഞു, അതെ ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് സേതുവിനോട് മയൂരി പറഞ്ഞു, എന്നാ ഞാൻ ഇനി പോട്ടെ സേതുവേട്ടാ, സേതുവേട്ടനെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. എങ്ങനെയാണെങ്കിലും എന്നെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കാന്ന് കരുതിയിട്ടാ വന്നേന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, ഇതങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ, നീ പോയിക്കൊള്ളാൻ പറയാണ്, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ ഞങ്ങളുടെ വിധിയാന്ന് ഞങ്ങൾ കൂട്ടിക്കോളാം. പക്ഷേ അമ്മ അതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിയുന്ന സമയം വരും. അന്ന് അമ്മ എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ കാല് പിടിക്കാനായിട്ട് വരും. അതിന് നീ അധികം താമസമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ മയൂരി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് പല്ലവി പൊന്നുമടത്തിലേക്ക് വരുവാണ്. പല്ലവിക്ക് നല്ല ദേഷ്യമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മമ്മ വന്നിട്ട് പറഞ്ഞു, അതെ ചായ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ പല്ലവി വേണ്ടാത്ത? വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, നിങ്ങളിത് എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. എന്ത്? അല്ല ലക്ഷ്മി അമ്മയ്ക്ക് ആ പൂർണിമ ടെക്സ്റ്റൈൽസ് പോയി കൈയടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവിടുന്ന് പൊന്നുമ്പടത്ത് നിന്ന് ഇറക്കി വിട്ടു, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ അവിടെ പോയി ഋതുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അതെന്ത് സഹിക്കാം? മാധവമേനൻ ഋതുവിന്റെ ഒക്കെ അച്ഛനല്ലെന്ന് പറയാനായിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് ആരാ അധികാരം തന്നെ? ഇത്ര മാത്രം ചീപ്പായിട്ട് ലക്ഷ്മിയമ്മ പെരുമാറുമെന്ന് ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ലക്ഷ്മിയമ്മയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്ര ദിവസങ്ങൾ കൊണ്ട് ഞാൻ ചില കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അന്ന് ആ ഹോട്ടൽ മുറിയിൽ രക്ഷിക്കേണ്ടിയിരുന്നില്ലെന്ന്. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും പല പറഞ്ഞു, സത്യം ഞാൻ പറഞ്ഞേ, സേതുവേണ്ട എന്തിനു വേണ്ട നിങ്ങളെ രക്ഷിച്ചതെന്ന് പോലും എനിക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ രക്ഷിക്കാതിരിക്കുവായിരുന്നെങ്കിൽ ഇന്ന് പാവം പിടിച്ച പൂർണ്ണാമ്മയ്ക്കും മക്കൾക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരത്തില്ലായിരുന്നു. അത്രയ്ക്ക് ക്രൂരത നിങ്ങൾ ചെയ്തേ. നിങ്ങൾ ചെയ്ത ക്രൂരതയുണ്ടല്ലോ, അതൊരിക്കലും പൊറുക്കാനും മറക്കാനും പറ്റാത്ത കാര്യമാണ്. പൂർണിമ ടെക്സ്റ്റൈൽസിന്ന് ഋതുവിനെ ഇറക്കി വിടുന്ന സമയത്ത് അവളുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾ ചിന്തിച്ചോ? അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവളുടെ അച്ഛനുണ്ടാക്കിയതാ അത്. ഇത്രയും കാലം കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നു അവളാ. എന്നിട്ട് നിഷ്കരുണം അവളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്ന പോലെ ഇറക്കിയത്. അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് മാധവമേനന്റെ മക്കളാ അവരെന്ന് തെളിയിക്കണം അല്ലേ? അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ലക്ഷ്മി അമ്മയ്ക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. പക്ഷെ മുകളിലിരിക്കുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിന് മാത്രം ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല.
അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും സേതു അവൻ ചെയ്തല്ലോ, എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറയണം. സേതുവേട്ടൻ എന്ത് തെറ്റ് ചെയ്യുന്ന നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ സേതുവേട്ടൻ. നിങ്ങൾ വെറുതെ ഇതെല്ലാം കൂടെ പിടിച്ചടക്കാൻ വേണ്ടിട്ട് ഓരോരുത്തൊന്നും ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോ അടുത്തടുത്ത സ്ഥാനം പിടിക്കാണ്ട് കയറി ചെയ്ത കാര്യങ്ങളാ. ഇതൊക്കെ ആർക്കും ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങളുമായിട്ട് എനിക്ക് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളുടെ അത്ര വൃത്തികെട്ട സ്ത്രീയാന്ന് എനിക്കിപ്പോ തോന്നേ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അന്ന് നിങ്ങൾ മാധവമേനോൻ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ വീണ്ടും അണ്ടേ അയാളുടെ ഭാര്യയായിട്ട് വീണ്ടും അങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് മേലെടുത്ത് വേണുഗോപാലിന്റെ ഭാര്യയായിട്ട് ജീവിച്ചു. അതിനകത്തൊരു മോളും ഉണ്ട്, മയൂരി എന്ന് പറഞ്ഞ്. വീണ്ടും നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. ഇതിനകത്ത് എന്ത് ന്യായമാ ലക്ഷ്മിയമ്മ നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചിട്ട് വായി വന്ന് എല്ലാം വിളിച്ചു പറയാണ്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പല്ലവിക്ക്. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോന്നേ. ഒടുവില് ലക്ഷ്മിയമ്മയ്ക്ക് ആ സത്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുള്ളത്? എന്താണെങ്കിലും പല്ലവി ആ സത്യങ്ങൾ അറിയുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.